മുട്ട ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് കുറച്ച് ഉള്ളി, ഒരു മുറി തേങ്ങ, നന്ന ചെറുതുമല്ല കുറച്ച് വലിപ്പമുള്ള നന്ന വലുതുമല്ല. അതിലേക്ക് ഒരു സ്പൂണ് മുളകും പൊടിയും ചേർക്കും. ഇതിലേക്ക് ഇനി പാകമായ ഉപ്പ് ചേർക്കാം. ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. തേങ്ങയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് കൂടുതൽ വേണ്ടവർ കൂടുതൽ, കുറവ് വേണ്ടവർ കുറവ്. ഉപ്പും ചേർത്തിട്ട് ഒരു ചെറിയൊരു പുളി, വളരെ കുറച്ച് പുളി വേണം. ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കണം. ഞാൻ അമ്മിയിലിട്ടാണ് അരച്ചത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കടുകിട്ട് ഇതിലേക്ക് ഇനി അരച്ച് വെച്ചത് അതിലിട്ട് കൊടുക്കാം. ഇത് നന്നാക്കി ഇളക്കണം. ഇളക്കി പൊടിയണം. പൊടിയോളം നല്ലോണം ഇളക്കി കൊടുക്കണം. ഇളക്കാതിരുന്നാൽ അടുക്കി പിടിക്കും, കരിയും. തീ കുറച്ചിട്ടും കൂട്ടിയിട്ടൊക്കെ വേണത് ചെയ്യാൻ. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അങ്ങനെ ചൂടായി നല്ല പോലെ ചൂടാകുമ്പോൾ ഇതെല്ലാം ഉലർന്ന് കിട്ടും. അങ്ങനെ ഉലർന്ന് വരുന്ന വരെ ഇളക്കി കൊടുക്കണം. ചട്ടിയിൽ അടുക്കി പിടിക്കാതെ ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ ഇളക്കണം. നല്ലതുപോലെ ഇളക്കി നല്ല ഉലർന്ന് വന്ന് നല്ല ചൂടായതിന് ശേഷം ഇതിലേക്ക് ഞാൻ 3 കോഴിമുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 മുട്ട. തീ കുറച്ച് വെച്ചിട്ട് വേണം മുട്ട ഒഴിച്ചു കൊടുക്കാൻ. മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കണം. തീ കുറച്ച് വെച്ചിട്ട് നന്നാക്കി ഇളക്കി കൊടുക്കണം. ഇടയ്ക്ക് കൂട്ടി കൊടുക്കുക, ഇടയ്ക്ക് കുറച്ചും കൊടുക്കുക. ചൂട് നല്ലപോലെ ഇളക്കിയിരിക്കണം. നല്ലപോലെ ഇളക്കിയില്ലെങ്കിൽ അടുക്കി പിടിക്കും. എല്ലാ ഭാഗവും ഒരേപോലെ കുത്തി ചകഞ്ഞ് പൊടിയാക്കണം. ഇപ്പോൾ ഏകദേശം പൊടിയായിട്ടുണ്ട്. കോഴിമുട്ടയൊക്കെ ഒരുവിധം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. കോഴിമുട്ട നല്ലോണം വേവണം. ഇതിന് ഇടയ്ക്ക് തീ കുറച്ച് കൊടുക്കുക, ഇടയ്ക്ക് കൂട്ടിയും കൊടുക്കുക. അല്ലെങ്കിൽ കരിഞ്ഞു പോകും. കരിയാതെ വേണത് ഉണ്ടാക്കിയെടുക്കാൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്താനും മറക്കാതെ ചെയ്യണേ. അങ്ങനെ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ മുട്ട ചമ്മന്തി റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ളൊരു ചമ്മന്തിയാണ്. മുട്ട ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. മുട്ട ചമ്മന്തിയും അതിലേക്ക് ഉണക്കമീൻ പൊരിച്ചതും. ഇന്നത്തെ ഊണിന് ഉണക്കമീൻ പൊരിച്ചതും മുട്ട ചമ്മന്തിയാണ്. ഇതിൻ്റെ കൂടെ കുറച്ച് മുളക് വറുത്ത പുളിയാണ് കറി. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണം. നല്ല ടേസ്റ്റാണ്. മീനൊന്നും കിട്ടാത്ത സമയത്ത് കഴിച്ച് നോക്കണം അങ്ങനെ.